മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. തന്നെ ചതിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും തന്നെയും മക്കളെയും വേർപെടുത്തിയെന്നും കെ.ബി. ഗണേഷ് കുമാർ ആരോപിച്ചു. ചാണ്ടി ഉമ്മൻ എം.എൽ.എക്കെതിരെയും ഗണേഷ് കുമാർ വിമർശനമുയർത്തി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് ഗണേഷ് കുമാറിന്റെ ഈ വിമർശനം. പത്തനാപുരത്ത് UDF സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ചാണ്ടി ഉമ്മൻ വീണ്ടും സോളാർ കേസ് ഓർമ്മപ്പെടുത്തി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേര് വലിച്ചഴയ്ക്കാൻ ഗണേഷ് കുമാർ ഇടപെട്ടു. 24 പേജുള്ള കത്ത് 18 പേജായതിലും ഇടപെടൽ നടത്തിയെന്നായിരുന്നു ആരോപണം. ചാണ്ടിയുടെ ആരോപണത്തിന് രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മറുപടി. ഇലക്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാം? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്നാണ് താൻ CBIക്ക് മൊഴി നൽകിയത്. എന്നാൽ കുടുംബ പ്രശ്നം പരിഹരിക്കാനെന്ന വ്യാജേനെ തന്റെ കുടുംബം ഉമ്മൻചാണ്ടി തകർത്തുവെന്നും കെ.ബി. ഗണേഷ് കുമാർ ആരോപിച്ചു. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. മേലിൽ ഇത് പറയരുത്, പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ചാണ്ടി ഉമ്മൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ എല്ലാം താൻ വിളിച്ചു പറയുമെന്നും കെ.ബി. ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.